Nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. 1 mark challenge for Kerala PSC DME staff nurse exam. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. നാസ്ട്രോഗാസ്ട്രിക് ട്യൂബ്, NG ട്യൂബ് അല്ലെങ്കിൽ റൈൽസ് ട്യൂബ് എന്ന് പറയുന്ന ടോപ്പിക്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ കഴിഞ്ഞ DHS എക്സാമിനും ഒരു ക്വസ്റ്റ്യൻസ് അല്ലെ സലീം സ്ലംബ് ട്യൂബ് ഏതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫോർ ദ DME സ്റ്റാഫ് നേഴ്സ് എക്സാം. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് നമുക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺസ് കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, നമ്മുടെ കേരള PSC DME സ്റ്റാഫ് നേഴ്സ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചൊക്കെ കംപ്ലീറ്റ് ഫില്ലാണ്. ഇനിയും റെക്കോർഡ് കേട്ട് ഒരു പഠിക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് റെക്കോർഡ്സ് കേട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് വഴി നമ്മുടെ ക്രാഷ് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ നമ്പറായി 8281002707 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ട്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്സിലോട്ട് പോകുന്നു. നാസോഗാസ്ട്രിക് NG ട്യൂബ് ഇൻസേർഷൻ. ഓക്കെ, നേരെ ഫസ്റ്റിലോട്ട് വരുന്നു. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, നാസോഗാസ്ട്രിക് ഇൻറ്റുബേഷൻ ട്യൂബ് ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ആൻസർ ഈസ് വെരി സിമ്പിൾ. നമുക്കറിയാം ഇറ്റ് ഈസ് ബൈ നേസൽ റൂട്ട് അല്ലെ. അപ്പം നേസൽ റൂട്ട് വഴി എന്ത് വന്നു, ഈസോഫാഗസ് ടു സ്റ്റൊമക്കിൽ എത്തുന്നു അല്ലെ. ഈസോഫാഗസ് ടു സ്റ്റൊമക്ക് ആണ് എന്തെന്ന് പറയുന്ന റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അല്ലെങ്കിൽ നേസൽ റൂട്ട് അല്ലെങ്കിൽ നോസ്ട്രിൽസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, NG ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് NG ട്യൂബ്, രണ്ട് ടൈപ്സ് ആണ് വരുന്ന, ലെവിൻ ട്യൂബ് ആൻഡ് സലീം സംബ് ട്യൂബ് കേട്ടോ. സലീം സംബ് ട്യൂബ് ആൻഡ് ലെവിൻ ട്യൂബ് അല്ലെ. ലെവിൻ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന സിംഗിൾ ലൂമൻ ആണ്, സിംഗിൾ ലൂമൻ ട്യൂബാണ്. അപ്പം രണ്ട് പർപ്പസിനും അല്ലെ, സക്ഷൻ പർപ്പസ് ആണെങ്കിൽ ആ ടൈമിൽ സക്ഷനായിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫീഡിങ് ടൈമിൽ ഫീഡിങ് ടൈംസ് ആയിട്ട് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ കോമൺ ടൈപ്സ് എന്ന് പറയുന്നത് സിംഗിൾ ലൂമനിസ് ലെവിൻ ട്യൂബ് എന്ന് പറയും. അതുപോലെ അഡീഷണൽ ട്യൂബ് അല്ലെ, അല്ലെങ്കിൽ പിക് ടെയിൽ ഫോമിൽ വരുന്നത് ആണ് എന്തെന്ന് പറയുന്നത് സലീം സം ട്യൂബ് അല്ലെ. ഇതിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് വരുന്നേക്കുന്നത്, രണ്ട് ലൂമൻസ് വരുന്ന, 1 ഫോർ ഫീഡിങ് 1 ഫോർ ആസ്പിറേഷൻ. ഒന്ന് ഫീഡിങ്ങിനായിട്ട് ഉപയോഗിക്കും, ഒന്ന് ആസ്പിറേഷനായിട്ട് ഉപയോഗിക്കും അല്ലെ. ആസ്പിറേഷനായിട്ട് ഉപയോഗിക്കുന്നതിൽ ദർ ഈസ് ആൻ അഡീഷണൽ ഫോർ ദ എയർ വെൻറ്റ് അല്ലെ. എയർ വെൻറ്റ് ഫോർ ദ ഗ്യാസ്ട്രിക് ഡീകംപ്രഷന് വേണ്ടി എയർ വെൻറ്റ് ചെയ്യുന്ന ഒരു പാട്ടും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ സലീം സംബ് ട്യൂബ് ഈസ് ഡബിൾ ലൂമൻ റൈൽസ് ട്യൂബ് ഫോർ 2 lumen, 1 for feeding and 1 for aspiration. Levin tube is the single tube used for single lumen tube used for both aspiration and feeding. Okay, is okay. അടുത്ത നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. നെക്സ്റ്റ് സ്ലൈഡ് ശ്രദ്ധിച്ചോളൂ. ഇൻഡിക്കേഷൻസ് ഓഫ് NG ട്യൂബ് അല്ലെ. ഇൻഡിക്കേഷൻസ് വളരെ സിമ്പിൾ ആണ്, ഫോർ മെയിൻലി ഫോർ ദ ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ അല്ലെ, ആഫ്റ്റർ സർജറി stomach decompression അല്ലെ. It also giving feeding and providing medicine administration. ഫീഡിങ് ആൻഡ് മെഡിസിൻ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു ഇൻഡിക്കേഷൻസ് ആണ് എന്ത് പറഞ്ഞാൽ ഇത് ടു പ്രിവെന്റ് ആസ്പിറേഷൻ അല്ലെ. ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഫോർ NG ട്യൂബ്. ഇൻഡിക്കേഷൻസ് ഓഫ് NG ട്യൂബ് എന്ന് പറയുമ്പോൾ ഓറൽ അല്ലെങ്കിൽ നേസൽ സർജറീസ്. ഓറൽ ആൻഡ് നേസൽ സർജറി ഈസ് ദ വൺ ഓഫ് ദ മെയിൻ കോൺട്രാ ഇൻഡിക്കേഷൻസ്. അതുപോലെ തന്നെ ഈസോഫാജിയൽ വേരീസ് അല്ലെ, ഈസോഫാജിയൽ ബ്ലീഡിങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഈസോഫാജിയൽ വേരീസ്, ഈസോഫാജിയൽ ബ്ലീഡിങ്. ഇനി വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്, അത് പഠിക്കണം. ആൽക്കലൈൻ പോയ്സണിങ്. Alkaline poisoning is contraindicated in RT tube. Alkaline poisoning. Okay, അപ്പോൾ 4 എണ്ണം. ഒന്ന് ഓറൽ ഓർ നേസൽ സർജറി, 2 ഈസോഫാജിയൽ വേരീസ് ഓർ ഈസോഫാജിയൽ ബ്ലീഡിംഗ് ഓർ ഈസോഫാജിയൽ ഓർ ബ്ലീഡിംഗ് ഡിസോർഡർ ഓർ ആൽക്കലൈൻ പോയ്സണിങ് ഈസ് ദ കറക്റ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ഒരു റൈസ് ട്യൂബ് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട നേഴ്സിംഗ് കെയർ അല്ലേ. പീരിയോഡിക്കലി
ഓറൽ ആൻഡ് സ്കിൻ കെയർ അല്ലേ. ഓറൽ ആൻഡ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ മൗത്ത് എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ലിപ്സ് ഡ്രൈ ആവാനുള്ള അല്ലേ. അപ്പം ടോപ്പിക്കലായിട്ട് എന്ത് ചെയ്യും, ലിപ്സിലൊക്കെ എന്ത് ചെയ്യണം, ഡ്രൈ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നേസൽ മ്യൂക്കോസൻ ഡ്രൈനെസ് ആവാനുള്ള സാധ്യതയുണ്ട്. നേസൽ മ്യൂക്കോസ വൈപ്പ് ചെയ്യണം. അതുപോലെ 4 hours വെച്ച് എന്ത് കൊടുക്കണം, ഓറൽ കെയർ ഫോർ 4 hours. ഇനി വെരിഫൈ ദ NG ട്യൂബ് പ്ലേസ്മെൻറ്റ് അല്ലേ. NG ട്യൂബ് നമ്മൾ പീരിയോഡിക്കലി നേഴ്സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. NG ട്യൂബ് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പ്ലേസ് ആണോ എന്നുള്ളത് പീരിയോഡിക്കലി വെരിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ്റേ ഈസ് ദ ബെസ്റ്റ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ NG ട്യൂബ് പ്ലേസ്മെൻറ്റ്. അതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാവുന്നുണ്ട്. അപ്പം ദാറ്റ് ഈസ് ഡൺ. ഇനി അടുത്ത ഇമ്പോർട്ടൻസ് PPE വൈൽ ഹാൻഡിലിംഗ് റൈൽസ് ട്യൂബ് അല്ലേ. റൈൽസ് ട്യൂബ് ഹാൻഡിൽ ചെയ്യുമ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് PPE ആണ് വേണ്ട. 1 ഈസ് ഗ്ലൗസ്, സെക്കൻഡ് 1 ഈസ് ഗൂഗിൾസ്. ഗ്ലൗസ് ആൻഡ് ഗൂഗിൾസ് അല്ലേ. അപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നു, നമ്മൾ ടച്ച് ചെയ്യുന്നു, കോണ്ടാക്ട് വിത്ത് ട്യൂബുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻസ് ഈ ട്യൂബ് എന്ന് പറയുമ്പോൾ വളരെ ഇറിറ്റബിൾ ആണ് അല്ലേ. അപ്പോൾ ഇത് ട്യൂബിൽ ടച്ച് ചെയ്യുമ്പോൾ പേഷ്യൻസിന് എന്താണുള്ള ടെൻഡൻസി ഓഫ് നോസിയ ആൻഡ് വോമിറ്റിങ്ങിനുള്ള ടെൻഡൻസി വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, സ്ലാഷിങ് ഓഫ് ഫ്ലൂയിഡ് മൗത്തിൽ വന്ന് അടിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾസ് ആൻഡ് ഗ്ലൗസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് PPE യൂസിങ് ഫോർ റൈസ് ട്യൂബ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പോയിന്റ്, inserting Nastro NG tube. Inserting NG tube. First one, anesthesia. Inserting NG tube. NG tube insertion ചെയ്യുന്നതിന് മുമ്പ് വേണ്ടുന്ന anesthesia അല്ലേ. ഫസ്റ്റ് വൺ ഈസ് ടോപ്പിക്കൽ anesthesia. It is by xylocaine jelly. Xylocaine jelly apply on sterile tube. Xylocaine jelly apply to the sterile tube. Next, nebulization. Same. Lidocaine nebulization. Lidocaine nebulization. 1% or 5% lidocaine nebulization. Next, anesthetic spray. What is the purpose? Anesthetic spray എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സെക്രീഷൻസ് കുറയ്ക്കാൻ വേണ്ടി കേട്ടോ. ബെൻസോട്രോപ്പിൻ കേട്ടോ, benzotropin spray. Okay, these all are the requirement for anesthesia requirement for inserting rice tube. First one is xylocaine jelly for the tube for application of topical application over the tube. Nebulization for lidocaine for sedation or decrease the reflex by lidocaines, and anesthetic spray by decreasing the secretion. It is like a benzotropin anesthetic spray. Okay, next, acceptable size of rice tube. Next one is acceptable size of the rice tube അല്ലേ. അപ്പോൾ അഡൽട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 14-16 ആണ് കേട്ടോ, അഡൽട്ട് മെയിൽ. അത് ഫീമെയിൽ ആകുമെങ്കിൽ എന്താവും, 14 to 12 to 14 ആവും കേട്ടോ. അഡോളസൻസ് ഗ്രൂപ്പിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും 12 ഈസ് ദ സൈസ്. ഇൻഫൻറ്റ് സൈസ് ഈസ് 8 to 12. 8 to 12 ഈസ് ദ ഇൻഫൻറ്റ് ഓർ ചൈൽഡ് സൈസ് ഓഫ് NG tube. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. അനസ്തേഷ്യ ഏതൊക്കെയാണ്? ടോപ്പിക്കൽ അനസ്തേഷ്യ സൈലോക്കെയിൻ ആൻഡ് സൈലോക്കെയിൻ ജെല്ലി. നെബുലൈസേഷൻ ലിഡോക്കെയിൻ 1%, 5%. അനസ്തറ്റിക് സ്പ്രേ ബെൻസോട്രോപ്പിൻ സ്പ്രേ. അക്സെപ്റ്റബിൾ സൈസ് അഡൽട്ടിന് എത്രയാണ്? 14-16. അഡോളസൻസ് 12 to 14. ഇൻഫൻറ്റ് ചൈൽഡ് ഈസ് 8 to 12. ഓക്കെ, നെക്സ്റ്റ്, next one is NG tube insertion. Next, position for tube insertion. Insertion position is high Fowler's sitting position or high position. High Fowler's sitting position or high position. Measurement of tube measurement. Tip of nose, earlobe, then between or halfway between end of the sternum or xiphoid process and navel, it means umbilicus. Measurement is tip of the nose, earlobe, then midway between xiphoid process അല്ലെങ്കിൽ end of the sternum and between navel or umbilicus. That is the
ദെൻ നമ്മൾ മെഷർ ചെയ്തു, ഏകദേശം 45 സെൻറ്റിമീറ്ററോളം മെഷർമെൻറ്റ് വരും. അത് നമ്മൾ എന്ത് ചെയ്യും, ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തിടും അല്ലേ. അതൊരു ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്ന, ട്യൂബ് ലൂബ്രിക്കേറ്റ് അല്ലേ. ലൂബ്രിക്കേറ്റ് വിത്ത് സൈലോക്കെയിൻ ജെല്ലി, സൈലോക്കെയിൻ ജെല്ലി അല്ലേ. ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് 4 ഇഞ്ച് ടു 5 ഇഞ്ച്, ഇറ്റ് മീൻസ് 10 to 15 സെൻറ്റിമീറ്റർ. ഓക്കെ, 10 to 15 സെൻറ്റിമീറ്റർ for the lubrication of tip of the tube. Okay, instruction during insertion, important insertion is swallowing or swallowing. Important instruction during insertion, swallowing or take inspiration, swallowing or take inspiration. Take inspiration. Okay, അപ്പോൾ ഇൻസേർഷൻ ചെയ്യുന്ന സമയത്ത് കഫ് ആൻഡ് സൈനോട്ടിക് വന്നു കഴിഞ്ഞാൽ, കഫ് ആൻഡ് സൈനോട്ടിക് ഓൺ ദ ഫേസ്, കഫ് ആൻഡ് സൈനോട്ടിക് ഓൺ ദ ഫേസ്, ഇമ്മീഡിയറ്റ്ലി വിഡ്രോ ദ ട്യൂബ്, ഇമ്മീഡിയറ്റ്ലി വിഡ്രോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പൊസിഷൻ ഓഫ് ഇൻസേർഷൻ ചോദിച്ചാൽ ഹൈ ഫൗളേജ്, സിറ്റിംഗ് ഓർ ഹൈ പൊസിഷൻ. മെഷർമെൻറ്റ് ടിപ്പ് ഓഫ് ദ നോസ്, ഇയർ ലോബ്, മിഡ്വേ ബിറ്റ്വീൻ ലോവർ എൻഡ് ഓഫ് ദ സ്റ്റേണം, സിഫോയിഡ് പ്രോസസ് ഓർ നോവൽ. ലൂബ്രിക്കേറ്റ് സൈലോക്കെയിൻ ജെല്ലി 4 to 5 ഇഞ്ച് ഫ്രം ദ ടിപ്പ്, ടിപ്പിൽ നിന്ന് 4 to 5 ഇഞ്ച്. ഇൻസ്ട്രക്ഷൻ ഡ്യൂറിങ് ഇൻസേർഷൻ ഈസ് ടേക്ക് swallowing or take inspiration. നെക്സ്റ്റ്, കഫിംഗ് ആൻഡ് സൈനോട്ടിക്. കഫിംഗ് ആൻഡ് സൈനോട്ടിക് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റിമൂവ് ദ ട്യൂബ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് പോയിന്റ്, ചെക്ക് ദ ട്യൂബ് പ്ലേസ്മെൻറ്റ്. ആഫ്റ്റർ ഇൻസേർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്, ചെക്ക് ദ ട്യൂബ് പ്ലേസ്മെൻറ്റ് അല്ലേ. ട്യൂബിൻ്റെ പ്ലേസ്മെൻറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻസ് ആയിട്ട് സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആസ്പിറേറ്റ് ദ സ്റ്റൊമക്ക് കണ്ടന്റ് അല്ലേ. ആസ്പിറേറ്റ് ദ സ്റ്റൊമക്ക് കണ്ടന്റ് വിത്ത് 60 ml സിറിഞ്ച്, 60 ml കത്തീറ്റർ ടിപ്പ് സിറിഞ്ച് കേട്ടോ. സിറിഞ്ചിൻ്റെ പേരുണ്ട്, കത്തീറ്റർ ടിപ്പ് സിറിഞ്ച്. 60 ml ആസ്പിറേറ്റ് ദ സ്റ്റൊമക്ക് കണ്ടന്റ്, ആസ്പിറേറ്റ് ദ സ്റ്റൊമക്ക് കണ്ടന്റ്. ഫസ്റ്റ് വൺ ഈസ് ആസ്പിറേറ്റ് ദ സ്റ്റൊമക്ക് കണ്ടന്റ് യൂസിങ് 60 ml സിറിഞ്ച്. സൈസാണ് 60 ml. അപ്പോൾ അത്രയും നമുക്ക് ആസ്പിറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല, കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യും, എടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം GI കണ്ടന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്, ക്ലൗഡി ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രീനിഷ് കളർ ആയിരിക്കും, യെല്ലോ കളറൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇറ്റ് ഈസ് കളർ. ഇനി റെസ്പിറേറ്ററി കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കളർലെസ് ആയിരിക്കും, അതുപോലെ ഫ്ലൂയിഡ്സ് ചിലപ്പോൾ എന്തായിരിക്കും, എയർ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് അവിടെ കളർ ഈസ് നോട്ട് സ്പെസിഫൈ ഫോർ റെസ്പിറേറ്ററി സെക്രീഷൻസ് കേട്ടോ. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻസ് അല്ല. അടുത്ത രണ്ടാമതാണ് ചെക്ക് ഫോർ pH അല്ലേ. ലിറ്റ്മസ് പേപ്പറിൽ ഇട്ട് കൊടുക്കും അല്ലേ, ബ്ലൂ അല്ലെങ്കിൽ റെഡ് ആവണമെന്നോ നോക്കും. ബ്ലൂ ആണെങ്കിൽ ആൽക്കലൈൻ, റെഡ് ആണെങ്കിൽ ആസിഡ് അല്ലേ. അപ്പോൾ സാധാരണ സ്റ്റൊമക് pH എന്ന് പറയുന്ന അസിഡിക് pH ആണ്, 4 ബിലോ 4 നിൽക്കണം അല്ലേ. റെസ്പിറേറ്ററി കണ്ടന്റ് ആണെങ്കിൽ pH ഈസ് എബോവ് 70 ആയിരിക്കും റെസ്പിറേറ്ററി pH. മൂന്നാമത്തെ സ്റ്റെപ്പ് ഈസ് വൂഷ് ടെസ്റ്റ്. വൂഷ് ടെസ്റ്റ് എന്താണ് ചെയ്യുന്നത്, എയർ പുഷ് ചെയ്യും അല്ലേ. സെയിം സിറിഞ്ച് 30 ml എയർ, 30 ml എയർ ഫോർ അഡൽട്ട് ആൻഡ് 10 to 20 ml എയർ ഫോർ ചൈൽഡ്. വൂഷ് ചെയ്യും, എന്നിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ച് ലെഫ്റ്റ് അപ്പർ കോട്ടന്റ്, പ്ലേസ് ദ സ്റ്റെതസ്കോപ്പ് ഓൺ ലെഫ്റ്റ് അപ്പർ കോട്ടന്റ്, ലെഫ്റ്റ് അപ്പർ കോട്ടന്റ്. ഓക്കെ, വെരി ഗുഡ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് കൺഫേം ബൈ എക്സ്റേ പ്ലേസ്മെന്റ് അല്ലേ. ടിപ്പിൽ എന്തുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോലി ഡിറ്റക്റ്റഡ് ആവുന്ന എന്ത് ചെയ്യുന്നു, ഡിറ്റക്റ്റഡ് ആവുന്ന ആ മെറ്റീരിയൽസ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചേക്കുന്നത്, ഈ ട്യൂബിൻ്റെ ടിപ്പ് അല്ലേ. ടിപ്പ് അപ്പോൾ ടൈറ്റാനിയം അങ്ങനെയൊക്കെയുള്ള മെറ്റൽസ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് എക്സ്റേയിൽ എന്ത് ചെയ്യുന്നു, വിസിബിൾ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കൺഫേം ബൈ എക്സ്റേ പ്ലേസ്മെന്റ്, കൺഫേം ബൈ എക്സ്റേ പ്ലേസ്മെന്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആസ്പിറേറ്റ് ദ സ്റ്റൊമക് കണ്ടന്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആസ്പിറേറ്റ് ചെയ്യുന്നത് 60 ml കത്തീറ്റർ ടിപ്പ് സിറിഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ എടുക്കുന്ന ആസ്പിറേറ്റ് സൊല്യൂഷൻസ് ക്ലൗഡി ആണ്, അതുപോലെ തന്നെ ഗ്രീൻ ആണ്, യെല്ലോ ആണെങ്കിൽ ഇറ്റ് ഈസ് കൺഫേം ഇറ്റ് ഈസ് ഓൺ ദ സ്റ്റൊമക്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ ആസ്പിറേറ്റ് കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യും, pH ചെക്ക് ചെയ്യും അല്ലേ. അപ്പോൾ നോർമലി അസിഡിക് pH ആയിരിക്കും 1 to 4 റേഞ്ചിൽ കിട്ടണം. എബോവ് 7 ആണെങ്കിൽ ഇറ്റ് ഈസ് ആൽക്കലൈൻ pH, ദ കണ്ടന്റ് ഈസ് ഫ്രം റെസ്പിറേറ്ററി. നെക്സ്റ്റ് മൂന്നാമത്തെ വൂഷ് ടെസ്റ്റ്. വൂഷ് ടെസ്റ്റ് ഫോർ 30 ml എയർ പുഷ് ചെയ്യുന്നു
auscultate in the left upper quadrant auscultate ചെയ്യും. നെക്സ്റ്റ് കൺഫേം ബൈ എക്സ്റേ പ്ലേസ്മെന്റ്. അഡൽട്ട് 30 ml എയർ push for Bush test and children 10 to 28. Then finally confirm by X-ray is the absolute confirmatory test for Rayleigh tube. X-ray placement. Next step. Tube feeding of Rayleigh tube feeding. First one is prepare the formula. It is a single preparation for 24 hours. Single preparation for 24 hours. Then unused feeding use in refrigerator. Unused feed should be stored in refrigerator. Okay. Next, position of tube feeding is semi-fowlized position, which means between 30 to 45 degrees Celsius. Head is elevated to 30 to 45. If feeding bag, the height of the feeding bag is 45 centimeter. Using syringe, same height 45 centimeter by both are by gravity. Next, feeding bag after flushing with 60 ml water and syringe flush with 20 ml water. Importance. Next, feeding pump. Stop every 6 hours. Stop every 6 hours for next 1 hour. Next, irrigate every 4 hours. Irrigate every 4 hours. After feeding the position, low fowlize. It means 10 to 15 degree elevation of head. Head is elevated to 10 to 15 degree. Okay. So prepare the formula for single preparation 24 hours and unused feeding must be stored in refrigerator. Position of feeding 30 to 45 degree and feeding bag height 45 centimeter. Syringe feeding height is also 45 centimeter by gravity. Next, flush feeding bag 60 ml and flush syringe by 20 ml. Feeding pump, stop the pump every 6 hours to next 1 hour. Then next one is feeding pump, irrigate every 4 hours. Okay. Next, after feeding position, low fowlize position. It means 10 to 15 degree. One more importance point on the residual. Residual will be checked every feeding. Residual amount will be checked every feeding. If it is more than 100 ml കൂടുതൽ residual feeding ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? residual feeding കുറച്ച് ടൈം നോക്കിയതിന് ശേഷം ലെസ് ദാൻ 60 റെസിഡ്യുവൽ ഫീഡിങ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ കണ്ടിന്യൂ നെക്സ്റ്റ് ഫീഡിങ് വരുത്തുള്ളൂ കേട്ടോ. അതും ഇമ്പോർട്ടൻസ് പോയിന്റ് ഫോർ ദ എക്സാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ട്യൂബ് റിമൂവൽ. അപ്പം പേഷ്യൻറ്റ് സ്വാളോയിങ് റിഫ്ലക്സ് കാര്യങ്ങളൊക്കെ വന്നു. ട്യൂബ് റിമൂവ് ചെയ്യുന്ന അവസരത്തിൽ റിമൂവ് ചെയ്യേണ്ടത് ബർത്ത് ഹോൾഡ്, deep breath and hold. Next, position to remove, sitting position or high fowlize position to remove the tube. Okay, അപ്പോൾ നമ്മൾ ഇത്രയുമാണ് നമ്മൾ റൈസ് ട്യൂബിനെ പറ്റി പഠിച്ചത്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ റൈസ് ട്യൂബിനെ പറ്റി നോക്കിയത് ഒന്നും കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫസ്റ്റ് പോയിന്റ്, റൈസ് ട്യൂബ് റൂട്ട്, നേസോഗാസ്ട്രിക് റൂട്ട്. റൈസ് ട്യൂബ് ടൈപ്പ്, ലെവിൻ ട്യൂബ്, സലീൻ സ്റ്റംപ്. ലെവിൻ ട്യൂബ് is the single lumen, സലീൻ സ്റ്റംപ് is double lumen. Double lumen using one tube for aspiration, one tube for feeding. Next, indications mainly for feeding, medicine administration, gastric decompression, prevent aspiration. Contraindication, oral surgery, mouth surgery and bleeding disorder, esophageal varices and alkaline poisoning. Anjanam. Nursing consideration, important nursing management during rice tube patient.
പ്രൊവൈഡ് ഫ്രീക്വൻറ്റ് ഓറൽ ആൻഡ് സ്കിൻ കെയർ, വെരി ഇമ്പോർട്ടൻസ്. വെരിഫൈ NG ട്യൂബ് പ്ലേസ്മെൻറ്റ്, 4 സ്റ്റെപ്പ് ഉണ്ട്, പിന്നാലെ പഠിക്കാം. 2 ഇമ്പോർട്ടൻറ്റ് PPE വൈൽ കെയറിങ് റൈസ് ട്യൂബ്. 1 ഈസ് ഗ്ലൗസ്, സെക്കൻഡ് 1 ഈസ് ഗൂഗിൾസ് ഓർ ഫേസ് ഷീൽഡ്. നെക്സ്റ്റ്, inserting nasogastric tube, inserting NG tube, anesthesia, topical anesthesia by xylocaine jelly over the tube, nebulization by lidocaine spray 1% or 4%, anesthetic spray by benzotropin spray for the anesthetic. Acceptable size adult 14 to 16 and adolescents 12 to 14 or females 14 size. Next, infant and child 8 to 12 size. Next, position for the insertion, high Fowler's position. Measurement, tip of the nose, earlobe, midway between lower end of the sternum and umbilicus. Lubricate the 4 to 5 inch from the tip. It means 10 to 15 centimeter lubrication. Next, instruction during is swallowing insertion and inspiration instruction. Cough and cyanotic occurs അല്ലെങ്കിൽ മൗത്തിൽ ട്യൂബ് റീകോയിലിംഗ് ചെയ്ത് കിടന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ്ലി വിഡ്രോ, അല്ലെ, അത് വിഡ്രോ ചെയ്യുക, ഡിസ്കാർഡ് ചെയ്യുക, പുതിയ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, ചെക്ക് ഫോർ ട്യൂബ് പ്ലേസ്മെന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ആസ്പിറേറ്റ് ദ സ്റ്റൊമക് കണ്ടന്റ് ബൈ കത്തീറ്റർ ടിപ്പ് സിറിഞ്ച് 60 ml സൈസ്. അത് വെച്ച് ആസ്പിറേറ്റ് ചെയ്തെടുക്കുക. അവിടെ 60 ml ഒന്നും ആസ്പിറേറ്റ് ചെയ്യേണ്ട, 10 ml എടുത്താൽ മതി. ഓക്കെ. എടുത്തതിന് ശേഷം അതിൽ ക്ലൗഡി യെല്ലോ ഗ്രീൻ ആണെങ്കിൽ എന്തായിട്ട് ഉറപ്പിക്കാം? ഇറ്റ് ഈസ് ഫോർ ദ ഗ്യാസ്ട്രിക് കണ്ടന്റ്, അല്ലെ. കളർലെസ് എയർ ടൈപ്പ് വന്നാൽ ഇറ്റ് ഈസ് ഓൺ റെസ്പിറേറ്ററി. pH ഓഫ് ദ ആസ്പിറൻറ്റ്, അല്ലെ, pH അസിഡിക് ഓർ ആൽക്കലൈൻ ഫോർ ദ റെസ്പിറേറ്ററി ആൻഡ് അസിഡിക് ഫോർ ദ ഗ്യാസ്ട്രിക്. വൂഷ് ടെസ്റ്റ്, സെയിം syringe 30 ml air, auscultate the sound on the left upper quadrant. Push the 30 ml of air with the catheter tip syringe and auscultate the sound on left upper quadrant. Confirmation by X-ray placement. Next, tube feeding. Preparing the formula for first 24 hours. Position of feeding, semi-Fowler's. Feeding bag height 45 cm. Using syringe, same height 45 cm and ഫീഡിംഗ് ബാഗ് ഇറിഗേറ്റ് അവസാനം നമ്മൾ ഇറിഗേറ്റ് ചെയ്യേണ്ടത് 30 ml, അല്ലേ, 30 അല്ല 60 ml. ആൻഡ് ഫീഡിംഗ് സിറിഞ്ച് ഇറിഗേറ്റ് വിത്ത് 20 ml. ഫീഡിംഗ് പമ്പ് ഡിസ്കണ്ടിന്യൂ എവറി 6 hours. ഇറ്റ് മീൻസ് ഒരു ദിവസം 4 പ്രാവശ്യം ഡിസ്കണ്ടിന്യൂ ചെയ്യണം, 1 hour വെച്ച്. നെക്സ്റ്റ്, അടുത്ത ഫീഡിംഗ് പമ്പ് ഫ്ലഷിംഗ് എവറി 4 hours. ഫീഡിംഗ് പമ്പ് ഫ്ലഷിംഗ് എവറി 4 hours. After feeding position, low Fowler's 10 to 15 degree. Next, tube removal successfully. Saline reflex vannu, patient condition is stable. Remove ചെയ്യുന്നത് on sitting position. Instruction, take deep breath and hold. Take deep breath and hold the removal. Okay, നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ടോപ്പിക്സ് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻസ് ഇടാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ അഡ്മിഷൻസ് വേണ്ടിയിട്ടും ഈ നമ്പറിൽ വേണം വിളിക്കാൻ. 8281002707 എന്നുള്ള ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. DMEക്ക് വേണ്ടിയിട്ടുള്ള നല്ല റെക്കോർഡ്സും നോട്ട്സുകളും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് വിത്ത് ക്ലാസ് ആൻഡ് റിവിഷൻ പാക്കേജ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിവിഷൻസ് ആണ്. ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായിട്ടുള്ള ഒരു അക്കാഡമി കൂടിയാണ് ഞങ്ങളുടേത്. അതായത് എയിംസ്, നോർസെറ്റ്, അതുപോലെ പല എക്സാംസ്, ജിപ്മർ, പല സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ഇൻക്ലൂഡിങ് ഇനി വരുന്ന DHS 65 പേര് എക്സാം എഴുതിയതിൽ 61 പേരും മെയിൻ ലിസ്റ്റിൽ വന്ന ഒരു അക്കാഡമി കൂടിയാണ് ഡോക്ടർ APJ നഴ്സിംഗ് അക്കാഡമി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ. ഐ ജസ്റ്റ് സൈനിങ് ഔട്ട്.